നമസ്കാരം, സ്നേക്ക് മസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും വളരെ സന്തോഷം. എന്താ വെച്ചാൽ കോളുകളുടെ ഒരു നിവൃത്തിയില്ല. ഇന്നലെയൊക്കെ വെളുപ്പാങ്കാലത്ത് വന്നില്ല, കാട്ടാക്കടയൊക്കെ കോള് പോയിട്ട് വെളുപ്പാങ്കാലത്ത് വന്നിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് നൈറ്റ് ഉറക്കമേ ഇല്ല. കോളുകൾ വടക്കും തെക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ലയ്ക്ക് അകത്ത് തന്നെ എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അതിനപ്പുറത്തോട്ടുള്ള യാത്രകൾക്കൊക്കെ ഞാൻ മറ്റുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക കരിക്കാവും ക്ഷേത്രത്തിനടുത്ത് ആനയറയ്ക്കടുത്ത് മോക്കാട് ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. പക്ഷേ അവിടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ രാവിലെ അദ്ദേഹത്തിന് ചെറിയ ഫിഷ് ടാങ്കിനകത്ത് ചെറിയ മീൻ കിടപ്പുണ്ട്, കെപ്പിയോ മറ്റെന്താ വളർത്തുമീനെന്താ കിടപ്പുണ്ട്. അപ്പോൾ അതിന് തീറ്റിയിടാനായിട്ട് പോയ സമയത്ത് അതിനകത്ത് ആ ടാങ്കിനകത്ത് ഒരു ചെറിയ അതിഥി കിടക്കുന്നു പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു വിശേഷം കൂടെ പറയാനുള്ളത്, നമ്മൾ കുറച്ച് ദിവസം അത് പറഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകുന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ചില സ്ഥലങ്ങൾ അവിടെയൊക്കെ ചിലർ വാർത്ത കാണുന്നുണ്ട്. ഒരു വലിയ ബ്രാലിനെ ആലപ്പുഴയിൽ ഒരു സുഹൃത്ത് പിടിച്ച സമയത്ത് അതിനെ കട്ടിയ സമയത്ത് അതിൻ്റെ വയറ്റിലൊരു മൂർഖനുണ്ടായിരുന്നു. മൂർഖനെ മെയിന് വിഴുങ്ങുമെന്നൊക്കെയാണ്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ആലപ്പുഴയായിരുന്നാലും എവിടെയായിരുന്നാലും പല സ്ഥലങ്ങളിലും ചെറിയ പാമ്പുകളൊക്കെ തല്ലി കൊന്നു കഴിഞ്ഞാൽ ആരും കുഴിച്ചു മൂടാനോ കത്തിക്കാനോ മെനക്കെടാറില്ല. അവർ കമ്പൗണ്ട് വലിച്ച് അടുത്ത പറമ്പിലോ അടുത്ത തോട്ടിലോ അടുത്ത ജലസ്രോതസ്സുകളിലോ എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ ജീവനുള്ള മൂർഖൻ അതിഥിയോ അല്ലെങ്കിൽ അളനി അതിഥിയോ ഒന്നും ഒരിക്കലും ഒരു മീൻ പിടിച്ച് കഴിക്കാൻ പോകുന്നില്ല. അത് ചത്ത് അഴുകി കിടക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മീനിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ബ്രാല് നമുക്കറിയാം, വലിയ ബ്രാലൊക്കെ ആകുമ്പോൾ ചെറിയ മൂർഖൻ്റെ കുഞ്ഞിനെയൊക്കെ ചത്ത് കിടക്കുന്നത് അതങ്ങ് വിഴുങ്ങുമ്പോൾ നേരെ അങ്ങ് വയറ്റുക. അങ്ങനെയാണ് ആ മീനിനെ പിടിക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിൽ പാമ്പ് കിടന്നത്. പലരും പറഞ്ഞ് മൂർഖനെ പാമ്പിനെ മീനുകൾ വിഴുങ്ങാറുണ്ട്. ശുദ്ധ മണ്ടത്തിന് അങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും വിഷമകരമാണ്. ഇന്നലെയും മെനിയാന്നൊക്കെ എനിക്ക് ഒരുപാട് പാമ്പ് കടിയുടെ കോളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി, നമ്മുടെ മോക്കാടിൽ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കുഴിക്കകത്ത് കിടക്കുന്ന അതിഥി ആരാണെന്നൊക്കെ പോകാം നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്. നമസ്കാരം ചേട്ടാ, സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? വീട്ടിലൊരു പാമ്പ് വന്നു. അല്ല, പാമ്പിനെ തള്ളിക്കാനോ കിണറ്റിയിട്ടാണ് അല്ലെ മീൻ തന്നെ വേണം. ഇവിടെ ഇഷ്ടം പോലെ കാണാറുണ്ട്. നമുക്ക് തൊട്ടടുത്ത് കായലല്ലേ, കായൽ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? ആമയിഴഞ്ചന്തോടാണ്. അപ്പോൾ നമ്മൾ ആക്കുളം കായലോട്ട് എല്ലാം കണക്ഷൻ അല്ലേ? ഇത് കണ്ണുമൂല എന്ന് പറയുന്നത്. ഓ, ആ തോടാണ് അല്ലേ? ഈ വീടിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ടായിരുന്നു. ആ പേരിടത്തിൽ ആളില്ല, അവിടെ നിന്നാണ് ഇത് വരുന്നത് അല്ലേ? അമ്മേരെ പാമ്പാണോ ഇവരെ പാമ്പാണോ? അമ്മ അല്ല, എനിക്ക് തോന്നില്ല. അമ്മേരെ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് ഇപ്പുറം ചാടിയായിരിക്കും എന്ന് എനിക്ക് തോന്നണ്ട. അത് തന്നെ കേസ്. ഇതിനകത്ത് എന്ത് മീനാണ് കിടക്കണേ? ഇതാ നോക്കൂ, ചെറിയൊരു മുറുകൻ, ഒരു 3 വയസ്സോളം പ്രായം വരുന്ന, 2 വയസ്സിന് മേളിൽ 3 വയസ്സോളം പ്രായം വരുന്ന ഒരു കുഞ്ഞു മുറുകൻ. അത് നല്ല ആഴമുണ്ട്. ഇത് ഇത്രയും ആഴമുണ്ട് അല്ലേ? കെപ്പി എത്ര ഉണ്ട്? അല്ല, സിലോപ്പി എത്ര ഉണ്ട്? ഈ കളർ എന്താണ്? ഈ കളർ ഇതിൻ്റെ ഓ, ആ കളർ അടിയിലത്തെ കളറിലാണ് അടിച്ചു കളിക്കണം. ഓ, ചുവന്ന കളറൊക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് കാണാം അത്ര വലുതല്ലാത്ത. പക്ഷേ അതിലുപരി നമ്മൾ എല്ലാവരും വന്നതുകൊണ്ട് നമ്മളിപ്പോൾ വന്ന സമയത്ത് കയറി വന്ന സമയത്ത് ഇതിനകത്ത് ഒരുപാട് ബട്ടർഫ്ലൈ, 2-3 വെറൈറ്റി ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണുന്നില്ല. എല്ലാം നമ്മളെല്ലാം കൂടെ പടലയോടെ വന്നപ്പോൾ എല്ലാം അതേപടി അങ്ങ്. എന്തായാലും സന്തോഷം. അപ്പോൾ നമുക്ക് സമയം കളയാനില്ല. നമ്മൾ ഒരുപാട് കോളുകൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചേട്ടാ ഇതിനങ്ങ് മാറ്റിക്കാം. അടിപൊളി സംഭവം. നമ്മൾ വെള്ളത്തിൽ കിടന്നപ്പോൾ ഭയങ്കര സൈസായിട്ട് തോന്നി. അതിൻ്റെ വയറ്റിൽ എന്താ ഉണ്ട്? ഇവരുടെ സിലോപ്പിയാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും അത് കക്കിയത് വേറെ ഒന്നുമില്ല. സാറിന് ഇതിൽ നമ്മൾ ചുണ്ടരിയ സാധനം ഇത് പിടിക്കാറില്ല. ചുണ്ടലി, നച്ചരി എന്നുള്ള സാധനം, ചുണ്ട് നീണ്ട അരി സാറിന് നമ്മളങ്ങനെ പിടിക്കാറില്ല. മൂങ്ങ പോലും എടുത്താൽ ഇവിടെ തിരിച്ച് വിട്ടിട്ട് പോകുന്നതാണ്. ഇത് അതിനെ പിടിച്ചു. എന്തായാലും ഇന്നലെ എങ്ങോട്ട് പിടിച്ചാണ്.
കുഞ്ഞുമുറുകൻ ഏകദേശം 3 വയസ്സോളം പ്രായം വരുന്ന കുഞ്ഞുമുറുകൻ. പക്ഷേ എനിക്ക് തോന്നുന്നത് അബദ്ധവശാൽ അത് എലിയെ പിടിച്ചിട്ട് ഇതിൽ ചപ്പൂഴി കയറി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ഇവിടെ 8 പൂച്ചയുണ്ട് അവർക്ക്. അപ്പോൾ പൂച്ചക്കുട്ടന്മാർ പേടിപ്പിച്ചാണ് അതിനെ പെട്ടെന്ന് പോയി അതിനകത്ത് വീണ്. പക്ഷേ ഇത്തിരി കൂടെ സൈസ് ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് കയറിപ്പോയി അതിനകത്തുനിന്ന്. ഇത് ചെറുതായിട്ട് നമ്മുടെ അടിയിൽ മീനുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെന്ന് വീണപ്പോൾ മീൻ അവർ പാനിക്കായി. അപ്പോൾ അവർ ബഹളം വെച്ചപ്പോൾ ഇദ്ദേഹവും പേടിച്ച് വെള്ളത്തിൽ താന്നു. അല്ലെങ്കിൽ ഈസി ആയിട്ട് കയറിപ്പോകാൻ പറ്റും. അതിനകത്ത് ഒരടിയോളം ഹൈറ്റിലേ വെള്ളമുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം ഒരു മൂർഖനാണ്, സ്പെക്ടിക്കൽഡ് കോബ്ര തന്നെയാണ്. പക്ഷേ എന്തായാലും നമ്മൾ അറിയാം, ഞാൻ വീണ്ടും നമ്മുടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്, പാമ്പ് കടിയുടെ എണ്ണം കുറയുകയല്ല, പാമ്പ് കടിയുടെ എണ്ണം കൂടുകയാണ്. പലരും പറയുന്നുണ്ട് പാമ്പ് കടിയുടെ എണ്ണം കുറയുന്നതല്ല. ഈ വർഷം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ എനിക്ക് തോന്നുന്ന ഏകദേശം 500-ലേറെ. അത് ഏകദേശം കണക്കാണ്, ഒരിക്കലും പൂർണ്ണമായിട്ടുള്ള കണക്കല്ല. 500-ലേറെ കടികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എത്ര ഹോസ്പിറ്റലാണുള്ളത്. പിന്നെ അതുപോലെ നാടൻ ചികിത്സാ രീതി സ്ഥലങ്ങൾ ഇന്നലെ പത്തനാപുരത്തൊരു അണലിയുടെ കടിയേറ്റിട്ട് വീട്ടിൽ ട്രീറ്റ്മെൻറ്റ്, ഒരു വൈദ്യൻ്റെ വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് സ്കിന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് പോയത് ഞാൻ വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നമുക്ക് ഒരുപാട് കോളുകൾ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചേട്ടാ ഒരു ബോട്ടിൽ ഇങ്ങനെ തരാം. നമ്മൾ ചെറുതല്ല, അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ ആവശ്യം വേണം, തരാം. അപ്പോൾ നമ്മൾ ഇതേ ഇങ്ങനെ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ മര്യാദയ്ക്ക് ഇരുന്ന പാമ്പിനെ ഓട്ടിച്ച് കൂട്ടിക്കൊണ്ട് കയറ്റിയെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പാവം അങ്ങ് പോകാൻ പുള്ളി പറയുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു മൂർഖൻ അതിനെ പിടികൂടി, കുഞ്ഞു മൂർഖൻ അതേ പിടികൂടി ബോട്ടിലാക്കി അടുത്ത് തോടുണ്ട്, ആമയിടിഞ്ചൻ തോടെന്നുള്ള ഫേമസ് തോടാണ്. അവിടെ നല്ല മാലിന്യമൊന്നുമില്ല, നല്ല കണ്ണാടിയോടെ വെള്ളം കുടിക്കാനൊക്കെ കിട്ടുന്ന ഈ ജില്ലക്കകത്തുള്ള മൊത്തം വീട്ടിലെ വേസ്റ്റ് കക്കൂസിൻ്റെ സാധനം ഒളിച്ച് പോകുന്ന സ്ഥലമാണ്. ചേട്ടാ അടപ്പിങ് തരാമോ? പ്രിയപ്പെട്ട ചേട്ടൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ആനറയ്ക്കടുത്ത് മോക്കാട് ലൈനകത്ത് നമ്മുടെ ശ്രീകണ്ഠൻ ചേട്ടൻ്റെ വീട്ടിൽ ഫിഷ് ടാങ്കിനകത്ത് കിടന്ന് ഏകദേശം 3 വയസ്സോളം പ്രായമുള്ള മൂർഖൻ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കി. എന്തായാലും സമയം കളയുന്നില്ല, ഒരുപാട് കൂടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് ഒരുമിച്ച് യാത്രയാവും. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക പള്ളിപ്പുറത്തിനടുത്ത് തന്നെ ഇവിടെ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കിണറ്റിനകത്ത് ഒരു അതിഥിയെ കണ്ടു നമ്മൾ ഫോട്ടോയൊക്കെ ഇടും. നമസ്കാരം. എൻ്റെ അനിയത്തിയുടെ പ്രായം പോലും ഇങ്ങനെ മുടി അത്രയും നരച്ചു, ഇങ്ങനെയും നരയ്ക്കും. അപ്പുറം മുടി ഇത്രയും നല്ല വെള്ളം. ഇവിടെ ആരാ വിളിച്ചിരിക്കണേ? സുഖം. അമ്പാടി അല്ല വിളിച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? സാറിൻ്റെ പേരെന്താ? അച്ചു. ആ അടിപൊളി. നന്ദു. ദിലീഷ്. അപ്പോൾ സുഖമാണ് എല്ലാവരും. അമ്പാടി എന്ത് പറ്റി? ആദ്യം വരാൻ പറഞ്ഞ് പിന്നെ വരണ്ടെന്ന് കമ്പ്യൂട്ടർ എടുത്താൽ കയറും ഇത്ര ആഴത്തിരുന്നു. അത് പിന്നെ വെള്ളത്തിനടിയിലങ്ങ് പോകുള്ളൂ. ഇതിനകത്ത് തന്നെയാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല അല്ലേ? ഉപയോഗിക്കുന്നുണ്ടോ? പാമ്പ് കൊണ്ടുവന്ന് പറഞ്ഞ് വെള്ളം കുടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പാമ്പ് കിണറ്റി കൊണ്ടുവന്ന് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം. ഇപ്പം നമ്മൾ വീട്ടിലൊരു കോഴി പാമ്പ് കടിച്ച് മരിച്ചു, കോഴി ഇറച്ചി കഴിക്കാം, ഒരു പ്രശ്നമില്ല. അതുപോലെയാണ് ഇതിപ്പോൾ എന്താ പറയുക, ഇതിനകത്ത് നേരത്തെ കയറിപ്പോയിട്ടില്ലെന്ന് അങ്ങനെ അറിയാൻ പറ്റും. നേരത്തെ ചേരയൊക്കെ കൊണ്ട് കയറിപ്പോയിട്ടില്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ഈസി ആയിട്ട് അറിയും. ഇതിപ്പോൾ പറ്റാത്തതുകൊണ്ട് കടന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കയറും വെള്ളം കൊണ്ട് തൊട്ടിങ്ങനെ തൂക്കിയിട്ട് നിങ്ങൾക്ക് കയറിപ്പോയനെ. വെയിറ്റ് ഉണ്ടെങ്കിൽ കയറിപ്പോവും. കാണുന്നുണ്ടോ നിങ്ങൾ അതിനകത്ത്? രാവിലെ കാണാമായിരുന്നു, കുറച്ച് നേരമായിട്ട് കാണാനില്ല. തൊടിയിലിരിക്കുകയായിരുന്നു. ഈ ചുണ്ട് കിടക്കുന്നതാണ് ഈ സൈഡ്. ഇതാണ് നോക്കി വെള്ളത്തിൻ്റെ അടിയിൽ. ഇത് തന്നെ. ഓ അപ്പോൾ ഇറങ്ങാൻ പാടാണല്ലേ? വല അടപ്പുണ്ടാകാൻ പാടി. വല നമ്മുടെ ഈ മറ്റേ പഴയ നീലം വല കിടപ്പുണ്ട അങ്ങ് എടുക്കും. അങ്ങനെ നമുക്കത് നോക്കാം. അങ്ങനെ ഒന്നറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് ഇറങ്ങാൻ പാടില്ല. ഒന്ന് ഇടിഞ്ഞ് കിടക്കുന്നു, രണ്ടാമത് ചവിട്ടത്ര ഉറപ്പുള്ള സ്ഥലമല്ല. പിന്നെ അതിനടുത്ത് വേറെ ഇതിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞാൽ നമ്മുടെ ക്ലേ ഉള്ള സ്ഥലം. അപ്പോൾ അടിയിൽ ക്ലേ മണ്ണും കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചവിട്ടും പിടിയാനും സാധ്യത. അപ്പോൾ മോനെ അമ്മടിക്കൊണ്ട് അങ്ങനെ നമുക്ക് ചുറ്റി എടുത്താൽ മതി. ഇങ്ങനെ ഒരു കല്ലും കൂടെ ഇങ്ങനെ എടുത്താൽ പാടി. ഒരു ചെറിയ കല്ല് ഇവിടെ ഉണ്ട്. നമുക്ക് ഇതങ്ങ് മാറ്റിക്കണം. ഇതിനകത്ത് വയ്ക്കാൻ വേണ്ടി നമുക്ക് കുടിക്കണ വെള്ളമല്ലേ? മതി. ചെറിയ ഒരു വെള്ളം കൂടെ ഇങ്ങനെ എടുത്തു. അപ്പോൾ നമുക്കിന് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ അല്ല, ഒരു കറുത്ത കളറിലേ കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവരിട്ട ഫോട്ടോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് ക്രൈറ്റ് ശങ്കുവരനായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോയും കൂടെ ആവാം. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരു കറുത്ത കളർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു പറ്റുന്നത് ചിലപ്പോൾ കാട്ടുപാമ്പാവാം, ചിലപ്പോൾ ചേരയാവാം, രണ്ടും ആവാം. പക്ഷേ ഇതിപ്പം നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വലയിടുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഇറങ്ങാൻ പറ്റത്തൊക്കെ എന്നായിട്ട് പിന്നെ അവർ പറഞ്ഞല്ലോ കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ
നമുക്കവർ കുടിക്കുന്ന വെള്ളമാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഈ ചേരയെ പാമ്പൊക്കെ കിണറ്റി വീണാൽ വെള്ളം കുടിക്കാമോ എന്നുള്ളത്. വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചേരയെ നമുക്ക് കാണാം, ചേരയെ എന്തായാലും അദ്ദേഹം വലയിൽ കയറിയും തോന്നുന്നു. വല അനങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പതുക്കെ വലയൊന്ന് പൊക്കി നോക്കാം. നോട്ട് മാറിക്കേ, നോക്കിക്കോ. വലയിൽ ചെറുതായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. ഒരു കണ്ണിയെ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് ഇങ്ങെത്തുമ്പോൾ ചാടി ചേര തന്നെയാണ് കേട്ടോ, ഉറപ്പ്. പെട്ടെന്ന് പണി കഴിഞ്ഞു. വലയുന്നത് ഇറങ്ങി. വലയുന്ന സത്യം വലയിൽ ഈ വലയാണ്ട് അധികം കുരുങ്ങിയില്ല. അതുകൊണ്ട് വലിയ വല. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്ത് ചേര. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2 ദിവസമായി വീണിട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല തണുപ്പുണ്ട്. അതുമാത്രമല്ല പടം ചട്ട പൊഴിക്കാറായി. അതിലുപരി എന്താ പറയുക, സൈഡിലിരിക്കാനുള്ള സൗകര്യം നല്ല പേടിയില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ വെച്ച് മനസ്സിലാക്കണം, ഇതിന് വീണിട്ട് 2 ദിവസമായിരുന്നു. ഇപ്പോൾ ചട്ട പൊഴിക്കാറായതുകൊണ്ട് ഈ കറുത്ത കളർ കാണുന്നത്. അപ്പോൾ എന്നാലും പ്രത്യേകിച്ച് വേണ്ടപ്പോൾ കിണറ്റിലോ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലോ ഒന്നും ചേരയോ മൂർഖനോ അണലിയോ ഒക്കെ വീണെന്നും പറഞ്ഞ് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അറിയാമല്ലോ, നമുക്ക് പാമ്പിൻ്റെ ദേഹത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. വെനം എന്ന് പറഞ്ഞത് കടിച്ച് ബ്ലഡിൽ വന്നാൽ മാത്രമേ അപകടമുള്ളൂ. ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ കാണാതിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇവരുടെ കിണറ്റിൽ നിന്ന് കയറൊക്കെ കയറ് വഴി കയറിപ്പോയനെ. അപ്പോൾ ഇത് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അവരറിയുന്നത്. കണ്ടില്ലെങ്കിൽ അത് കയറി. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്ന് പാമ്പോ ചേരുന്ന വെള്ളം കുഴപ്പമൊന്നുമില്ല, അതിനെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു പുതിയ ടൈപ്പ് കുമ്മായം കിട്ടും. നമുക്ക് കുമ്മായം, അത് നീറ്റ് കക്ക എന്നൊരു സാധനം നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്, വെള്ളത്തിലൊക്കെ ചേരുന്നത്. അപ്പോൾ അത് വാങ്ങി വെള്ളത്തിലിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലൊരു ഇറിറ്റേഷൻ എപ്പോഴും നമുക്കുണ്ടാവും. ചില സമയത്ത് ചേരകൾ ഇണചേരുന്ന സമയത്ത് 4-5 ഒക്കെ ഒരുമിച്ച് കാണാം. മൂർഖനും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. 4-5 ഒക്കെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മൂർഖൻ, ചേര, കാട്ടുപാമ്പ് ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നീളമുള്ള പെരുമ്പാമ്പിനെയൊക്കെ ഒഴിവാക്കി, പെരുമ്പാമ്പ് രാജവമ്പലയൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും നീളമുള്ള മുട്ട ചേരയുടെ മുട്ടയാണ്. ഇങ്ങനത്തെ കളർ കാണുന്നത് എപ്പോഴും ചേരയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കാൻ കാണാം. പിന്നെ തല ചെറുത്, കഴുത്തൊട്ടിരിക്കുന്ന, കഴുത്തില്ലാത്ത ജീവിയെന്നും പാമ്പിൻ്റെ പ്രത്യേകത. കഴുത്തില്ലാത്ത ജീവി എന്നറിയപ്പെടുന്ന പാമ്പുകൾ മാത്രം, കഴുത്തില്ല. തലയുടെ ഒന്ന് കഴുത്തിൻ്റെ പാമ്പ് പോലെ ഒന്ന് ഒട്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒറ്റ സ്കെൽട്ടൻ ശരീരം ഒരേപോലെയാണ്. ഒരേ തലയിലെ പിൻഭാശം പോലും ശരീരത്തിൻ്റെ അറ്റം വരെ ഒരേപോലെയാണ് സ്കൾട്ടൻസ് പോകുന്നത്. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നോക്കുക. ഏകദേശം 4 വയസ്സോളം പ്രായം വരുന്ന ഏകദേശം 1 മീറ്ററുകളുടെ 1.25 മീറ്ററോളം നീളം, ഏകദേശം 5 അടിയോളം നീളം വരുന്ന 1.5 മീറ്ററോളം നീളം വരുന്ന ഒരു പെൺചേര അതിനം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സൂവിലായിരുന്നാലും നമ്മുടെ പൂജപ്പുര സ്നേക്ക് പാർക്കിൽ പണ്ട് രാജവമ്പാലം ഉണ്ടായിരുന്ന സമയത്തൊക്കെ അതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതൽ കൊടുക്കുന്ന ചേരയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, കൂടിനകത്ത് മാത്രമാണ് രാജവമ്പാല ചേരയെ കഴിക്കുന്നത്. പുറത്താണെങ്കിൽ രാജവമ്പാല പെരുമ്പാമ്പിനെ പിടിക്കുന്ന നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ രാജവമ്പാല നമ്മുടെ ചേര, പിന്നെ അതുപോലെ രാജവമ്പാല മൂർഖനെ, ഇങ്ങനെ ഉടുമ്പിനെ അറിയാലോ. ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ വാലി അഥവാ ഉടുമ്പിനെ, അതായത് ഇടിഞ്ഞാറെന്നുള്ള സ്ഥലത്ത് നിന്ന് പിടികൂടിയ രാജവമ്പാലയുടെ വയലിൽ അന്നത്തെ ജേക്കബ് അലക്സാണ്ടർ എന്നുള്ള ഡോക്ടർ ജി ഉണ്ടായിരുന്നു നമ്മളിവിടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊക്കെ ഞാൻ രാജവമ്പാലിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒമക്ട് ചെയ്ത സമയത്ത് അത് ഉടുമ്പായിരുന്നു, വാലിയായിരുന്നു. അപ്പോൾ ഒരിക്കലും നമുക്ക് പാമ്പുകളെ തിന്നുന്ന പാമ്പാണ് രാജവമ്പാല എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം ഒരിക്കലും അല്ല, മയിലിൻ്റെ മുട്ട കഴിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട് രാജവമ്പാല. അപ്പോൾ അതൊന്നും ഒരു എന്താ പറയുക, ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ പാമ്പുകളിൽ ഇപ്പോൾ നമുക്കറിയാം, ചേരയെ കഴിക്കുന്നു, ചേരയെ മൂർഖൻ കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരുപാട്. അത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ബൈജു, പൂജപ്പുര സ്നേക്ക് പാർക്കിൽ ഉണ്ടായിരുന്ന പാമ്പ് സംരക്ഷകൻ ബൈജു ശേഖർ, പുള്ളി മരണപ്പെട്ടു. പുള്ളി ഒരു 18 വർഷങ്ങൾക്ക് മുന്നേ പൂജപ്പുര സ്നേക്ക് പാർക്കിൽ ഒരു കൂട്ടിന്, അതൊരു ബാക്കിലൊരു കിണറുണ്ട്, ആ കിണറ്റിനകത്ത് ഒരു 10-50 മൂർഖൻ പാമ്പിന് ഒരു വലിയ 10-15 ചേര ഇട്ടു. നല്ല തീരെ ടയേർഡായ ഒരു മൂർഖൻ പാമ്പിനെ ചേര വിഴുങ്ങിയ ഒരു ഫോട്ടോസ് പുള്ളിയിലുണ്ടായിരുന്നു. ചേര വിഴുങ്ങുന്നത് ടയേർഡായ മൂർഖൻ. അപ്പോൾ എല്ലാം സംഭവിക്കാം. പക്ഷേ നമ്മളൊക്കെ വിചാരിക്കും പോലെ അല്ല എവിടെ ഫുഡ് രീതികളൊന്നും. അപ്പോൾ ഓർക്കുക, നമ്മൾ നിരുപദ്രവകാരിയാണ് ചേര. അതിലുപരി ഇത് ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരെയൊക്കെ വീടിനകത്ത് ഇരിക്കുന്ന അമ്മമാരെയും പെങ്ങന്മാരെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു ജീവിയോടാണ് ചേര. കാരണം എപ്പോഴും വീടിനകത്ത് കയറി വരും.
എലിയെ പിടിക്കാനായിട്ട് വീടിനകത്ത് കയറുന്നത്, അഥവാ എന്തെങ്കിലും ജോലി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുമ്പോൾ ഇദ്ദേഹം കാലിൻ്റെ അടുത്ത് പെട്ടെന്ന് എഴഞ്ഞു പോകുന്നത് അത് കാണുമ്പോഴേ അമ്മമാർക്ക് പേടി വരും, പെട്ടെന്ന് BP കൂടും, പേടി തളർന്നു വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കണം, പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു, പാമ്പ് കടിയുടെ എന്താ പറയുക കുട്ടികൾക്കാണ് കൂടുതൽ കടി കിട്ടുന്നത്, സൂക്ഷിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജവമ്പല എന്ന് പറഞ്ഞ അതിഥിക്ക് നമ്മൾ ചേരയെ കൂടുതൽ കൊടുക്കുന്നത് ചേരയ്ക്ക് വെനമില്ലാത്തതുകൊണ്ട്, അത് വെനമുള്ള മൂർക്കൻ പാമ്പിൻ്റെയും അണലിയുടെയൊക്കെ കടി പെട്ടെന്ന് നമ്മൾ കൂട്ടിനകത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ രാജവമ്പലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മുറിവുണ്ടാവും, അത് അവിടുന്ന് ഇൻഫെക്ഷൻ ഉണ്ട്, പഴുക്ക, അങ്ങനെയൊക്കെ മരണം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വെനമില്ലാത്ത പാമ്പുകളാകുമ്പോഴത്തേക്ക് എവിടെ കടി കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഏൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അപൂർവമായിട്ട് മൂർക്കൻ്റെ കടിയൊക്കെ കിട്ടുന്ന സമയത്ത് രാജവമ്പലൊക്കെ അതിജീവിച്ച സംഭവം, രാജവമ്പല ദേഹത്ത് മുറിവുണ്ടായിട്ടൊക്കെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതാകുമ്പോൾ വെനമില്ലാത്തതുകൊണ്ട് അവർ പെട്ടെന്ന് കയറി പിടിക്കുമ്പോൾ അവർ വേദനിച്ചിട്ട് തിരിച്ച് കടിക്കുന്നു, ആ കടി ഉണ്ടെന്ന് പറഞ്ഞ് രാജവമ്പലയ്ക്കൊന്നും അപകടം ഉണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത്. പക്ഷേ ഇതൊന്നും ഒരു പഠനങ്ങളൊന്നുമില്ല. നമുക്കിതിപ്പോൾ ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇതുപോലെ സ്ഥലത്ത് ഇത് മൊത്തം നല്ല പറമ്പ്, നല്ല ഏക്കറിന് പറമ്പാണ്, CRPയുടെ ക്യാമ്പൊക്കെയാണ്. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ചേരയില്ല, അപ്പോൾ എങ്ങോട്ടേലും ഓടി. പിന്നെ ചേര മറ്റൊരു ഉപകാരം കൂടിയാണ്, കർഷകൻ്റെ മിത്രം എന്ന് പറയുന്നത് നമുക്കൊന്നും അതിന് താല്പര്യമില്ല. ഇന്ന് കർഷകന്മാരില്ലല്ലോ, എന്നിട്ട് ഇന്ന് കൂലിപ്പണിയില്ല. ഇന്ന് കർഷകന്മാർക്ക് നിന്ന് ആൾക്കാർക്ക് പണിയാനൊന്നും വയ്യില്ല. കാരണം മൺവട്ടി എടുത്ത് വെട്ടുമ്പോൾ നടുവിന് 4 പ്രാവശ്യം വേദന എടുക്കുന്ന, 4 പ്രാവശ്യം തൈലം അടിക്കുന്ന, അല്ലെങ്കിൽ 4 പ്രാവശ്യം മരുന്നടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നു. അപ്പോൾ ഇന്നായിരുന്നു മൺവട്ടി തൂമ്പ ഉപയോഗിക്കുന്നത്, എല്ലാവരും ഇന്ന് JCB ഹിറ്റാച്ചി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് പറമ്പുകളില്ല, പറമ്പുകളിൽ പണികളില്ല, പാടങ്ങളില്ല, എല്ലാം കൊഴിഞ്ഞു. അപ്പോൾ ഇന്ന് കർഷകൻ്റെ മിത്രമെന്ന് ചേരെ പറയാൻ പറ്റില്ല. ഇന്ന് അമ്മമാരുടെ കൂട്ടുകാരനെന്നോ കൂട്ടുകാരിയെന്നോ മാത്രമേ പറയുള്ളൂ. എപ്പോഴും വീട്ടിനകത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. വീട്ടിനകത്ത് അമ്മമാർ പണി കൊണ്ടിരിക്കുമ്പോൾ കിച്ചൺ അടിയിലോ സ്റ്റാബിൻ്റെ അടിയിലൊക്കെ എലിയുണ്ട്, എലിയെ പിടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് കർഷകൻ്റെ മിത്രമെന്ന് ഇദ്ദേഹത്തിനെ മാറ്റിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അമ്മമാരുടെ മിത്രമെന്നാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അദ്ദേഹത്തിനെ ഒന്ന് യാത്രയാക്കിയിട്ട് മടങ്ങി വരാം. ഫിഷ് ടാങ്കിൽ നിന്ന് മൂർക്കൻ അതിഥിയും കിണറ്റിൽ നിന്ന് ചേര അതിഥിയും പിടിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി, നമസ്തേ.